മലയാള മണ്ണിനേക്കാൾ സ്വത്വബോധമുള്ള തമിഴകത്തേക്ക് വേർപെട്ട് പോയതുകൊണ്ടാവാം നാഞ്ചിനാട്ടിലെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഒരു തനിമയുണ്ട്. പുതുമയുടെ വേഷം കെട്ടില്ലാതെ പഴമയുടെ പെരുമ നിലനിർത്തുന്ന ഓരോ ക്ഷേത്രങ്ങൾ. ഐതിഹ്യ പഴമയുടെയും ചരിത്രപ്പെരുമയുടെയും മുദ്രയുമായി അങ്ങനെ 12 ശിവാലയങ്ങളാണ് നാഞ്ചിനാട്ടിലുള്ളത്. വിളവൻകോട്, കൽക്കുളം താലൂക്കുകളുടെ ഗ്രാമ്യതയിൽ പലയിടങ്ങളിലായി കിടക്കുന്ന 12 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തണം. നാഞ്ചിനാട്ടിലെ ശിവരാത്രി കൗതുകപൂർവ്വം മുന്നോട്ട് വയ്ക്കുന്ന പരീക്ഷണമാണിത്. ശിവാലയങ്ങളിലൂടെയുള്ള ഈ ഓട്ടപ്രദർശനം ഒരർത്ഥത്തിൽ നാഞ്ചിനാട്ടിന്റെ വലംവെപ്പ് കൂടിയാണ്. ക്ഷേത്ര പ്രദർശനം പോലെ ഈ നാടോട്ടത്തിനുമുണ്ട് ഒരു സമ്പ്രദായവും ക്രമവും. ആദ്യം തിരുമല, പിന്നെ തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനൊട്ടാലം, അങ്ങനെ. ഈ വൃത്തം പൂർത്തിയാക്കണമെങ്കിൽ 80 കിലോമീറ്റർ ഓടിത്തീർക്കണം. വ്രതത്തിന്റെ ആത്മശക്തിയാണ് പിൻബലം. പിന്നെ ഐതിഹ്യങ്ങൾ പകർന്നു നൽകുന്ന ഭക്തിവിശ്വാസവും. ശിവരാത്രി എന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായി വരുന്ന ശിവാലയോട്ടത്തിൽ എല്ലാ ശിവഭക്തരും ആദ്യം സന്ദർശിക്കുക മുഞ്ചിറ തിരുമല മഹാദേവ ക്ഷേത്രമാണ്. തിരുമല മഹാദേവ ക്ഷേത്രത്തിലെ ഏതാനും ദൃശ്യങ്ങളിലൂടെ. ശിവാലയത്തിന്റെ ഭാഗമായി ശിവഭക്തർ എപ്പോഴും ആദ്യം സന്ദർശിക്കുന്ന ഈ തിരുമല മഹാദേവ ക്ഷേത്രമാണ്. ഈ അമ്പലം ആദ്യം സന്ദർശിക്കാനിടയായ ആ ഒരു ഐതിഹ്യത്തെക്കുറിച്ച്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവാലയ ക്ഷേത്ര 12 ക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രം തിരുമല മഹാദേവ ക്ഷേത്രമാണ്. തിരുമല ഇവിടെ ശിവൻ നരകാസുരന് വരം കൊടുത്തതും ശിവൻ ഓടുന്നതും ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടെ വെച്ചാണ് അവ തപസ് ചെയ്യുന്നതും ഇവിടെയാണ് വരം കൊടുത്തതും ഇവിടുന്നാണ് ഓടാൻ തുടങ്ങുന്നതെന്നാണ് അറിയുന്ന കഥ. ഇവിടുന്നാണ് ശിവൻ ഓടുന്നതാണ് ഗോവിന്ദ ഗോപാല ഗോവിന്ദ ഗോപാല എന്ന് കൃഷ്ണനെ വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഇതിങ്ങനെ പോയി ഇവിടുന്നൊരു നദിയുണ്ട് താമ്രവർണ്ണി. ഇത് കിടന്ന തിക്കുറിശി എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ ക്ഷേത്രം. അവിടെ പോകുമ്പോൾ അവിടെയും കൃഷ്ണനെ കാണൂല. ഇങ്ങനെ 12 ക്ഷേത്രങ്ങളും പോയിട്ട് 12ാമത്തെ ക്ഷേത്രത്തിൽ കൃഷ്ണൻ മോഹിനി വേഷം ധരിച്ച് മോഹിനി ആട്ടം ആടി ഈ ചൂണ്ടുവിരൽ തൻ്റെ കഴുത്തിന് നേരെ നീട്ടുമ്പം അതുപോലെ മോഹിനിയെ ആഗ്രഹപ്പെട്ട് അങ്ങേരും ആടും, അസുരനും ആടും. തൻ്റെ നേരെ തൻ്റെ വിരൽ തന്നെ ചൂണ്ടും. അപ്പോൾ ആ തല തെറിച്ച് പോണതും അവിടെ നരകാസുര വധം നടക്കുന്നതുമായിട്ടാണ് ഐതിഹ്യം. ഇതാണ് ശിവരാത്രിക്കുള്ള ഐതിഹ്യം. ശിവാലയത്തിന്റെ ഭാഗമായി ശിവഭക്തർ ദർശനം നടത്തുന്ന രണ്ടാമത് ശിവക്ഷേത്രമായ തിക്കുറിശി മഹാദേവ ക്ഷേത്രം. ശിവരാത്രിയോട് അനുബന്ധിച്ച് വരുന്ന ഈ ശിവാലയത്തിൻ്റെ രണ്ടാമത് ശിവക്ഷേത്രമാണ് തിക്കുറിശി മഹാദേവ ക്ഷേത്രം.
അപ്പോൾ ഈ അമ്പലം രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. അതായത് ഈ തിക്കുറിശി രണ്ടാമത്തെ അമ്പലം ഇത് വന്നിട്ട് മഹാഭാരത കാലത്തിൽ അർജുനന് ഈശ്വരൻ വന്നിട്ട് പാശുപതാസ്ത്രം കൊടുത്തതിൻ്റെ ആ സ്റ്റോറിയുമായിട്ട് റിലേറ്റഡ് ആണ് ഇവിടുത്തെ ഐതിഹ്യം. അതായത് പാശുപതാസ്ത്രം കൊടുക്കാനായി വേണ്ടിയിട്ട് അർജുനൻ തപസ്സിരുന്നു. ആ തപസ്സിരുന്ന സമയത്ത് ഈ ഭഗവാൻ മഹാദേവൻ വന്നിട്ട് കാട്ടാള രൂപം കൊണ്ട് കിരാതമൂർത്തിയായിട്ട് അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ആ സമയത്ത് മൂകാസുരൻ എന്ന അസുരൻ അർജുനൻ്റെ തപസ്സിനെ കലയ്ക്കാൻ വേണ്ടിയിട്ട് മൂകാസുരൻ എന്ന അസുരൻ അർജുനൻ്റെ തപസ് കലയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന സമയത്ത് അർജുനനും ഈ ഭഗവാനും ഈ മൂകാസുരനെ വന്നിട്ട് വധിച്ചു. മൂകാസുരൻ വന്നിട്ട് പന്നിയുടെ രൂപത്തിലാണ് അവിടെ വന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ അർജുനൻ വന്നിട്ട് സ്വയം ഒരു അഹന്ത ഉണ്ടായിരുന്നു. അതായത് താനാണ് ഏറ്റവും വലിയ വില്ലാളി എന്നുള്ള ഒരു അഹന്ത ഉണ്ടായിരുന്നു. ആ അഹന്തയെ നശിപ്പിക്കാനായിട്ട് ഭഗവാന്റെ ഒരു ലീലാവിലാസമാണ് ഈ കഥയിൽ നടന്നത്. അപ്പോൾ ഈ മൂകാസുരനെ വധിച്ച സമയത്ത് അർജുനനും അതേ സമയത്തിൽ അർജുനനും ഈ മൂകാസുരനെ നോക്കി, അതായത് പന്നിയെ നോക്കി അമ്പ് ചെയ്തു. അതേ സമയത്തിൽ ഭഗവാനും അമ്പ് ചെയ്തു. അപ്പോൾ ഈ പന്നിയുടെ ദേഹത്തിൽ 2 അമ്പ് ഇരിക്കുന്നത് കണ്ടിട്ട് ഇതിൽ ആരാണ് ഈ പന്നിയെ വധിച്ചത് എന്നുള്ളതിൽ അർജുനനും, അതായത് കാട്ടാള രൂപ കിരാതമൂർത്തിയായിട്ട് എത്തിപ്പെട്ട ഈശ്വരനും ഇടയിൽ ഉള്ള തർക്കം അവസാനം യുദ്ധമായിട്ട് തുടർന്നു. ഈ യുദ്ധത്തിൻ്റെ അവസാനം അർജുനൻ മാക്സിമം എത്രത്തോളം കഴിവ് യൂസ് ചെയ്ത് യുദ്ധം ചെയ്യാൻ പറ്റും അത്രയും ചെയ്തു. പക്ഷേ ഈശ്വരന് ഒന്നും വെല്ലുവിളിക്കാനുള്ള ഇത് അർജുനനില്ല. അവസാനം അർജുനൻ കയ്യിലിരുന്ന വില്ലുകൊണ്ട് ഭഗവാന്റെ തലയിൽ ഓങ്ങി അടിച്ചു. ഈ അർജുനൻ അടിച്ച ഈ അടി കാരണം ഈ ഭഗവാൻ കൊണ്ട് ഈ അടി ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ആ ഒരു വൈബ്രേഷൻ ഉണ്ടായി. ഇതുകൊണ്ട് അർജുനൻ ആ സമയത്ത് ഈ അടിച്ചടിയോടെ അർജുനൻ താഴെ വീഴുന്ന സമയത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഒന്ന് വന്നിട്ട് ആണിൻ്റെതും ഒന്ന് വന്നിട്ട് പെണ്ണിൻ്റെ രീതിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സ്വയം താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി വന്നിട്ടുള്ളത് ഈശ്വരനാണ് എന്നുള്ള മഹാദേവനാണ് എന്നുള്ള സ്വയം ബോധമുണ്ടായി ഭഗവാനോട് മാപ്പ് ചോദിച്ച് ഭഗവാനും മാപ്പ് നൽകി പാശുപതാസ്ത്രം നൽകി. അപ്പോൾ ഈ അർജുനൻ തലയ്ക്കടിച്ച ഈ അടി കൊണ്ട് ഭഗവാന്റെ ആ ദേഷ്യം ശമിക്കാനായിട്ട് താമ്രപണി നദിക്കരയായിട്ട് ഇവിടെ വന്ന് ഭഗവാൻ ധ്യാനത്തിലിരുന്നു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ ഭഗവാന്റെ ശിരസിൽ ആ അർജുനൻ അടിച്ചത് കൊണ്ടുള്ള ഒരു പാട്, അതായത് മേളിൽ ഉച്ചന്തലയിൽ ഒരു പോറൽ പോലത്തെ ഒരു ക്രാക്ക് ഇവിടുത്തെ ഭഗവാന്റെ ശിവലിംഗ തിരുമേനിയിൽ ഉള്ളതാണ്, ഇവിടുത്തെ ലിംഗത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് ഈ പാശുപതാസ്ത്രം ബന്ധപ്പെട്ടാണ് ഈ കഥ വരുന്നത്. എന്നിട്ട് ശിവാലയ ഓട്ടത്തിൽ ഭീമൻ, കൃഷ്ണൻ്റെ ആലോചന പ്രകാരം ഭീമൻ വന്നിട്ട് പാലെടുക്കാനായിട്ട്, പുരുഷാമൃഗത്തിൻ്റെ പാലെടുക്കാനായിട്ട്, യാഗം നടത്താനായിട്ട് പാലെടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഈ വ്യാഘ്രപാദ മഹർഷി തിരുമലയിൽ ഭഗവാനെ തപസ്സിരിക്കുന്നത് കണ്ടിട്ട് അവിടെ ചെന്ന് ഋഷിമുനിയോട് ഇദ്ദേഹം പെർമിഷൻ ചോദിച്ചു. പക്ഷേ ഗോവിന്ദ ഗോപാല എന്നുള്ള നാമം കേട്ട്, അതായത് വ്യാഘ്രപാദ മഹർഷി, അതായത് പകുതി കഴുത്തിൻ്റെ താഴെ പുലി രൂപവും കഴുത്തിൻ്റെ മേളിൽ ഋഷിയുടെ രൂപവുമുള്ള ഒരു രൂപമാണ്. അത് ഇവിടുത്തെ അമ്പലങ്ങൾ തൂണുകളിൽ ഒരുപാട് ആ ശില്പങ്ങൾ, ആ വ്യാഘ്രപാദ മഹർഷി ശില്പങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ മുനിക്ക് വിഷ്ണു എന്ന് പറയുന്ന നാമം വളരെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത നാമമാണ്. അപ്പോൾ ഭീമൻ്റെ ഗോവിന്ദ ഗോപാല വിളി കേട്ടിട്ട് ദേഷ്യം കൊണ്ട് ഭീമനെ ഇദ്ദേഹം വിരട്ടിച്ചിട്ട് വന്നു. അപ്പോൾ ഈ വ്യാഘ്രപാദ മഹർഷിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ഭഗവാൻ തിക്കുറിശിയിൽ തപസ്സിരിക്കുന്നു എന്ന് ആ മുനിവര്യൻ ജ്ഞാനദൃഷ്ടിയിൽ കണ്ട് ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഈ രണ്ടാമത്തെ അമ്പലമായതിൻ്റെ ഐതിഹ്യം. അത് ഈ തിക്കുറിശി എന്നുള്ള പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഇരിപ്പുണ്ട്. അതായത് തിക്കുറിശി എന്നുള്ള പേര് ദിക് പ്ലസ് നമ്മൾ ഋഷി എന്ന് പിരിച്ചു കഴിഞ്ഞാൽ ദിക് എന്ന വാക്കിന് സംസ്കൃതത്തിൽ ജ്ഞാനദൃഷ്ടി എന്നുള്ള മീനിങ് ഉണ്ട്. ഋഷി ഈ ഋഷിവര്യൻ, ജ്ഞാനദൃഷ്ടിയിൽ ഈ ഋഷിവര്യൻ കണ്ടുപിടിച്ച സ്ഥലം എന്നുള്ള ആ നാമം കൊണ്ടാണ് ദിക്ഋഷി മഹാദേവൻ എന്നുള്ള പേര് വന്നത്. ഈ 12 അമ്പലങ്ങളിൽ ഭഗവാൻ മഹാദേവനായിട്ട് ശാന്തസ്വരൂപിയായിട്ട് നിലകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമാണ്. ബാക്കിയുള്ള 11 അമ്പലങ്ങളിലും ഭഗവാന്റെ പേര് വേറെയാണ്. പക്ഷേ ഇന്ന് എല്ലാവരും കോമൺ ആയിട്ട് 12 അമ്പലങ്ങളിൽ മഹാദേവനായിട്ട് ഭഗവാൻ കുടികൊണ്ടുള്ളത് ഇവിടെയാണ്. ആദ്യത്തെ അമ്പലം വന്നിട്ട് തിരുമലൈ തേവറാണ്.
മഹാദേവർ എന്നെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ തിരുമലൈ തേവറാണ്. തിരുമലൈ സൂലപാണി ദേവർ എന്നാണ് ആദ്യത്തെ അമ്പലത്തിൽ കുടികൊണ്ടുള്ള ഈശ്വരൻ്റെ പേര്. രണ്ടാമത്തേത് തിക്കുറിശി മഹാദേവർ, മൂന്നാമത്തേത് തൃപ്പരപ്പ് വീരഭദ്രേശ്വരനാണ്. ദക്ഷയാഗം കഴിഞ്ഞിട്ട് ദക്ഷൻ്റെ വധം കഴിഞ്ഞിട്ട് വീരഭദ്രനും ഭദ്രകാളിയും ആ കോപം ശമിപ്പിക്കാനായിട്ട് വന്ന് കോതയാറ്റിൻ്റെ ആ പരന്ന സ്ഥലത്തിൽ വന്ന് ഇരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹ്യം. അതായത് തൃപ്പരപ്പിന് ശ്രീ വിശാലം എന്നുള്ള ഒരു ചരിത്ര പേരുണ്ട്. ശ്രീ വിശാലം, പരന്ന് കിടക്കുന്ന ഭൂമി എന്നുള്ള ഒരു പേരാണ്. മൂന്നാമത്തേത് തൃപ്പരപ്പ് വീരഭദ്രസ്വാമി, നാലാമത്തേത് തിരുനന്ദിക്കര നന്ദീശ്വരൻ, അഞ്ചാമത്തേത് പൊന്മന തീപ്പിലാങ്കുടീശ്വരൻ, ആറാമത്തേത് പൊന്മന കിരാതമൂർത്തി. ഈ പൊന്മന കിരാതമൂർത്തി ഭഗവാൻ ഇവിടെ കിരാതമൂർത്തിയായി കുടികൊണ്ടിരുന്നാലും പക്ഷേ ശാന്തസ്വരൂപിയായി ധ്യാനത്തിൽ ഇരിക്കുന്ന മഹാദേവനായിട്ടാണ് ഇവിടെ കുടികൊണ്ടുള്ളത്. ശരിക്കും കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ എന്താ പറയാൻ കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ കുടികൊണ്ടിട്ടുള്ളത് പന്നിപ്പാകം, മുട്ടക്കാട് പന്നിപ്പാകത്താണ് ഭഗവാൻ ഈ പന്നിയുടെ ഈ പാശുപതാസ്ത്രൻ്റെ പറഞ്ഞത്. ഇതിലൊരു റിലേറ്റഡ് പ്ലേസാണ് ഈ പന്നിപ്പാകം. ഈ പന്നിയുടെ ഒരു ഭാഗം വിടുന്ന സ്ഥലം എന്നാണ് ആ പന്നിപ്പാകത്തിൻ്റെ മീനിങ്. എട്ടാമത്തത് വന്നിട്ട് മേലാങ്കോട് കാലനാണ്. കാലനായ യമനെ കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞ സ്ഥലം എന്നാണ് ആ എട്ടാമത്തെ അമ്പലത്തിൻ്റെ പേര്, കാലൻ. അതിന് ഈ കാലാൽ ഈ ചവിട്ടിത്തള്ളിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് മാർഗണ്ഡേയന് വേണ്ടിയിട്ട്. അതിന് ഉദാഹരണമായിട്ട് അവിടുത്തെ ശിവലിംഗത്തിൽ താഴെ ഈ അരക്കെട്ടിൻ്റെ ഇവിടെ കയർ കൊണ്ട് ഇളുത്തിട്ടുള്ള പാട്, അതായത് യമൻ വന്നിട്ട് മാർഗണ്ഡേയനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ പാശക്കയർ വീശിയ സമയത്ത് ശിവലിംഗത്തിലുമായി അത് ബന്ധിച്ചിളുത്തു എന്നാണ് ആ കഥയിൽ പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രൂഫ് അവിടുത്തെ അമ്പലത്തിലുണ്ട്. കാലരാണ് എട്ടാമത്. അടുത്തത് ഒമ്പതാമത്തത് വന്നിട്ട് കൽക്കുളം നീലകണ്ഠ സ്വാമി. ഭഗവാൻ വന്നിട്ട് ആലകാല വിഷം കഴിച്ച് നീലകണ്ഠനായിട്ട് മാറിയ സ്വരൂപമാണ് കൽക്കുളം നീലകണ്ഠ സ്വാമി. അടുത്തത് അതായത് ഏഴാമത്തതാണ് കൽക്കുളം നീലകണ്ഠ സ്വാമി, എട്ടാമത്തത് വന്നിട്ട് കാലകാലർ, ഒമ്പതാമത്തത് വന്നിട്ട് തിരുവിടക്കോട് ജഡയപ്പർ. ഭഗവാൻ വന്ന് ജടാധാരിയായിട്ട് ഇരിക്കുന്ന ഒരു രൂപമാണ് ജഡയപ്പർ. തിരുവിടക്കോട് ജഡയപ്പർ, തിരുവിതാംകോട് പരശുപാണീശ്വരർ. അതായത് പരശുരാമന് പരശു നൽകിയ അതേ ഈശ്വരനാണ് അവിടെ ഇരിക്കുന്നത്, പരശുപാണീശ്വരർ. 11ാമത്തെ അമ്പലം വന്നിട്ട് തൃപ്പന്നിക്കോട് ഭക്തവത്സലേശ്വരൻ. അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് വരാഹ സംഹാര മൂർത്തിയാണ് അവിടെ ഇരിക്കുന്നത്. തൃപ്പന്നിക്കോട് എന്ന പേരിൻ്റെ നാമത്തിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നീരെ കൊമ്പ് എന്നുള്ള മീനിങ് ആണ്. തൃപ്പന്നിക്കോട്, കോടെന്ന് പറയുന്ന ഇതിന് കൊമ്പ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. തൃപ്പന്നിക്കോട് അതായത് മഹാവിഷ്ണു വന്നിട്ട് വരാഹ രൂപമെടുത്ത് ഭൂമിയെ പാതാളത്തിൽ നിന്ന് മേലെ ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് വരാഹ രൂപമെടുത്ത് ചെന്ന ഒരു കഥ ഉണ്ട്. അപ്പോൾ ഭൂമിയെ അതായത് ഹിരണ്യാക്ഷൻ ഭൂമി ദേവി വന്നിട്ട് പാതാളത്തെ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കും. അപ്പോൾ പാതാളത്തിൽ നിന്ന് ഭൂമി ദേവിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മഹാവിഷ്ണു വരാഹ രൂപമെടുത്ത് പാതാളത്തിൽ എത്തിച്ചെന്ന് ഭൂമിയെ മേളിൽ കൊണ്ടുവരും, ഭൂമാദേവിയെ മേളിൽ കൊണ്ടുവരും. മഹാവിഷ്ണു മേളിൽ കൊണ്ടുവന്നതിന് ശേഷം തൻ്റെ സ്വയരൂപത്തിൽ തിരിച്ചു വരാൻ പറ്റാതെ തൻ്റെ ഈ വരാഹ രൂപത്തിൻ്റെ ലിമിറ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ മഹാദേവൻ ഈശ്വരൻ വന്നിട്ട് വരാഹ സംഹാര മൂർത്തിയായിട്ട് അവിടെ എഴുന്നള്ളി വിഷ്ണുവിൻ്റെ കോപം ശമിപ്പിച്ച് വിഷ്ണുവിൻ്റെ കൊമ്പ്, അതായത് വരാഹത്തിൻ്റെ കൊമ്പിനെ ഓടിച്ച് മാലയായിട്ട് ഭൂഷണം ചെയ്തിരിക്കുന്നു. അവിടുത്തെ ലിംഗത്തിൽ ഈ കൊമ്പിൻ്റെ ഒരു മഹാദേവൻ ഈ കൊമ്പ് ചൂടിയിട്ടുള്ള ഒരു ഇതുണ്ട്. അതാണ് തൃപ്പന്നിക്കോട്, വരാഹ സംഹാര മൂർത്തിയാണ് അവിടെ ഇരിക്കുന്നത്. ഭക്തവത്സലേശ്വരൻ എന്നാണ് അവിടുത്തെ കോമൺ പേര്. തിരുവിതാംകോട് തൃപ്പന്നിക്കോട് ഭക്തവത്സലേശ്വരൻ. അടുത്തത് തിരുനാട്ടാലത്തിൽ ശങ്കരനാരായണനായിട്ട്, ശിവനും വിഷ്ണുവും ഹരിയും കാരനും ഒന്നെന്നുള്ളത് കാണിക്കാനായിട്ട് ശങ്കരനാരായണനായിട്ടും, കുളത്തിന് അവിടെ നടുക്കൊരു കുളമുണ്ട്, കുളത്തിൻ്റെ മറുഭാഗത്തിരിക്കുന്നത് അർത്ഥനാരീശ്വരനായിട്ടും, ശിവനും ദേവിയും ചേർന്നിട്ടുള്ള അർത്ഥനാരീശ്വരനായിട്ടാണ് കുളത്തിൻ്റെ മറുഭാഗത്തിലിരിക്കുന്നത്. ഇത് ഈ ശിവാലയ ഓട്ടത്തിൻ്റെയും ഈ 12 കോവിലിൻ്റെയും ഒരു ഐതിഹ്യമാണ്. ഗോവിന്ദനാമം ഗോപാലനാമം
അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. മൂന്നാമത് ശിവാലയമായ തൃപ്പരപ്പിലെ ഏതാനും ദൃശ്യങ്ങളിലൂടെ. ഗണപതി സോദര ഷൺമുഖ കനിയണേ ആദിമുഖ ഗണപതിയെ കൂടെ നീ വരില്ലയോ ഗണപതി സോദര ഷൺമുഖ കനിയണേ. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ കല്ലല്ലകറ്റിടുന്ന അംബികെ കനിയണേ ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ കല്ലല്ലകറ്റിടുന്ന അംബികെ കനിയണേ. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ ഓടിത്തുടങ്ങി. சிவபெருமானுடைய பிரதானமான திருவிழாக்களில் ஒன்றாகிய சிவராத்திரி தினத்தை முன்னிட்டு குமரி மாவட்டத்தில் இருக்கின்ற 12 சிவாலயங்கள், இந்த 12 சிவாலயங்கள் ஏறத்தாழ 110 கிலோமீட்டர் தொலைவில் உள்ளது. அது இந்த மாவட்டத்தினுடைய பல்வேறு பகுதிகளிலே குறிப்பாக 2 தாலுகாவில் கல்குளம் மற்றும் விளவங்கோடு தாலுகாவில் அமைந்துள்ளது. இந்த சிவாலயமானது சிவபக்தர்கள் லட்சக்கணக்கானோர் 3 நாட்களாக தொடர்ந்து கால்நடையாகவும் நம்முடைய முதியோர்கள் காலத்திலெல்லாம் நிர்பந்தமாக கால்நடையாக நடைபெற்று கொண்டிருந்த இந்த சிவாலய ஓட்டமானது காலப்போக்கில் தற்பொழுது 2 சக்கர வாகனங்கள் மற்றும் 4 சக்கர வாகனங்கள் 3 சக்கர வாகனங்கள் அப்படி பல்வேறு விதமான வகையில் சிவாலய ஓட்டம் இன்றைக்கு நடைபெற்று கொண்டிருக்கின்றது. மிகவும் பிரசித்தியான இந்த சிவாலய ஓட்டத்தில் தமிழகம் மற்றும் கேரளாவை சேர்ந்த ஏறத்தாழ 5 மாவட்டங்கள், தமிழகத்தில் இருக்கின்ற திருநெல்வேலி, தூத்துக்குடி, குமரி மாவட்டம், அதுபோன்று கேரளாவினுடைய கொல்லம் மற்றும் திருவனந்தபுரம் ஆகிய 2 மாவட்டங்களை சேர்ந்த மற்றும் கேரளத்தில் இருக்கின்ற அனைத்து மாவட்டங்களிலிருந்தும் ஆங்காங்கே இருந்து இதை பற்றி அறிந்தவர்கள், தெரிந்தவர்கள் வந்து கொண்டிருக்கின்றார்கள். தமிழகத்தை பொறுத்தவரையிலும் மற்ற மாவட்டங்களிலிருந்தும் வருகின்றார்கள். அதிகபட்சமானவர் இந்த 5 மாவட்டங்களிலாக வருகின்றார்கள். மிக சிறப்பாக நடைபெற்று கொண்டிருக்கின்றது. அந்த வகையில் இந்த திருப்பரப்பு மகாதேவர் ஆலயமானது இந்த 12 சிவாலயத்தினுடைய 3வது சிவாலயம் ஆக அமைந்துள்ளது. இந்த சிவாலய திருப்பரப்பு மகாதேவர் ஆலயமானது மிகவும் பிரசித்தி பெற்றது. அதிக வசதிகள் உள்ளது. இங்கு ஏறத்தாழ 25-30 ஆண்டுகளாக நம்முடைய பகுதியைச் சேர்ந்த சகோதரர்கள், சிவபக்தர்கள், இங்கு வருகின்ற லட்சக்கணக்கான சிவபக்தர்களுக்கு சிறப்பான ஏற்பாடுகளை செய்து கொடுப்பது மட்டுமல்லாமல், ஏற்பாடுகள் என்று சொன்னால் அவர்களுக்கு குடிநீர் வசதி, போக்குவரத்து வசதி, தரிசன வசதி, அன்னதான வசதி, இப்படி அனைத்து விதமான வசதிகளும் இந்த பக்தர்களால் செய்து கொடுக்கப்படுகின்றது. அரசாங்கமும் இதற்கு ஒத்துழைக்கின்றது. ஓம் நம சிவாய். இந்தியா முழுவதும் இருந்தாலும் குமரி மாவட்டம் குறிப்பாக இருக்கிறது. ஏன்னு கேட்டால், அந்த காலத்திலே இருந்து அந்த சூண்டோதரன் சிவனை தரணம் செய்யக்கூடிய ஒரு சந்தர்ப்பத்தை பார்த்து 12 சிவன் கோவில்களை அவர்கள் தெளிவாக எடுத்திருக்கிறார்கள். இன்றைக்கு குமரி மாவட்டத்தில் மாவட்ட ஆட்சித்தலைவரால் விடுமுறை கொடுக்கப்பட்டிருக்கிறது. கிட்டத்தட்ட லட்சக்கணக்கான மக்கள் இப்போது சிவபெருமானை தொழுது வருகிறார்கள். குமரி மாவட்டத்தில் மட்டும்தான் இந்த சிவாலய ஓட்டம் என்பது நடக்கிறது. பண்டைய காலத்திலே கால்நடையாக நடந்தார்கள், சைக்கிளில் நடந்தார்கள். இன்றைக்கு வாகனங்கள் அதிகமாக வந்து கொண்டிருக்கிறது. இப்போ நான் இந்த பேட்டி அளிக்கக்கூடியது 3வது சிவன் கோயிலாகிய திருப்பரப்பு. இங்கே அருமையாக ஏற்பாடுகள், இந்த கோவில் நிர்வாக குழு அருமையாக ஏற்பாடுகள் செய்திருக்கிறார்கள். பக்த பெருமக்கள் அனைவரும் நன்றாக வந்து சிவபெருமானை தொழுது கொண்டு போயிருக்கிறார்கள்.
இது ஆண்டுக்காண்டு மக்களுடைய கூட்டம் அதிகரிக்கிற காரணத்தால் தான் கழிந்த ஆண்டிலிருந்து மாவட்ட கலெக்டர் இந்த குமரி மாவட்டத்துக்கு இந்த சிவராத்திரிக்கு ஒரு விடுமுறை கொடுக்கப்பட்டிருக்கிறது. அந்த விடுமுறை கொடுத்த காரணத்தினால் இன்னைக்கு லட்சக்கணக்கான பக்தர்கள், கல்லூரி மாணவர்கள், ஸ்கூலில் படிக்கின்ற பிள்ளைகள் எல்லாம் இன்னைக்கு சிவாலயம் தொழக்கூடிய ஒரு சந்தர்ப்பம் கிடைத்திருக்கிறது. எனவே இந்த சிவராத்திரி என்பது முக்கியத்துவத்தை வகிக்கிறது, பெருமை இருக்கிறது. அதோடு மக்களுடைய மனசிலே பக்தி என்பது அதிகரித்து கொண்டிருக்கிறது. எனவே இந்த சிவராத்திரி நீண்ட காலம் வாழ வேண்டும், நடக்க வேண்டும் என்ற வாழ்த்தி வரவேற்கிறேன். நன்றி, வணக்கம். இன்று உலகம் முழுவதும் சிவராத்திரி மகோத்சவம் கொண்டாடி கொண்டிருக்கக்கூடிய நாள். ஆனால் குமரி மாவட்டத்தை பொறுத்தவரையிலும் இந்த சிவராத்திரி மிகவும் விசேஷமான ஒரு நாளாக கருதப்படுகிறது. ஏனென்று சொன்னால் சிவன் தரிசனம் செய்த 12 சிவாலயங்களும் இந்த குமரி மாவட்டத்தில் தான் சுமார் 110 கிலோமீட்டர் தூரத்துக்குள் இருக்கிறது. இன்றைக்கு இரவு முழுவதும் தூங்காமல் இருந்து இந்த 12 சிவாலயங்களையும் சுற்றி வந்தால் மிகப்பெரிய வாழ்க்கையில் மிகப்பெரிய மாற்றங்களை சந்திக்கலாம் என்பது ஐதீகம். அதனுடைய அடிப்படையில் இந்த குமரி மாவட்டத்தில் இருக்கக்கூடிய மக்கள் இந்த குமரி மாவட்டத்தில் இருக்கக்கூடிய 12 சிவாலயங்களையும் ஓடியும் நடந்தும் வந்து கொண்டிருக்கின்றார்கள். ஒரு காலகட்டத்தில் ஓட்டமாகவும் நடந்தும் வந்து கொண்டிருந்த மக்கள் இன்றைக்கு பல்வேறு வாகனங்களில், 2 சக்கர வாகனங்களிலும் 3 சக்கர வாகனங்களிலும் 4 சக்கர வாகனங்களிலும் வந்து கொண்டிருக்கின்றார்கள். லட்சங்களை தாண்டி கோடானு கோடி மக்கள் இன்றைக்கு தரிசனம் செய்யக்கூடிய அளவுக்கு இந்த மாவட்டத்தில் இருக்கக்கூடிய சிவாலயங்கள் பிரசித்தி பெற்றிருக்கிறது. கூடவே இந்த மாவட்டத்தில் விளையக்கூடிய விளைபொருட்களை 3 நாட்கள் அந்தந்த கோயில்களுடைய பக்கத்தில் வைத்து மக்கள் விற்பனை செய்கின்றார்கள். வரக்கூடிய பக்தர்களுக்கெல்லாம் இந்த மாவட்டத்தில் இருக்கக்கூடிய மக்கள் மிக அருமையான வரவேற்பு ஆங்காங்கே கொடுக்கின்றார்கள். ஒவ்வொரு வீடுகளிலும் தாகம் தீர்ப்பதற்கான தண்ணீர் கொடுக்கின்றார்கள், அருந்துவதற்கான உணவு கொடுக்கின்றார்கள். எங்கு பார்த்தாலும் தண்ணி பந்தல்கள் அமைத்து தண்ணி வசதி செய்து கொடுத்திருக்கின்றார்கள். எங்கும் இலவசமாக வாகனங்கள் நிறுத்துவதற்கான வசதிகள் செய்து கொடுக்கப்பட்டிருக்கிறது. இப்படி பல்வேறு வசதிகளை இந்த குமரி மாவட்டத்தில் இருக்கக்கூடிய மக்கள் சிவாலயத்திற்காக வரக்கூடிய மக்களுக்கு செய்து கொடுக்கின்றார்கள். இவ்வளவு சிறப்பு வாய்ந்த இந்த சிவாலய ஓட்டத்தை காண வந்திருக்கக்கூடிய பக்தர்களுக்கு எங்களுடைய மனப்பூர்வமான வாழ்த்துக்களையும் വണക്കത്തിനെയും ഉറപ്പാക്കി കൊള്ളുകിன்றோം. ഇന്ന് ശിവരാത്രി ഓരോ വിശ്വാസത്തിൻ്റെ പേരിൽ വ്രതം എടുത്ത് പല അമ്പലങ്ങളിൽ ദർശിക്കുന്നുണ്ട്. ശിവാലയം എന്ന പേരിൽ ഏതാണ്ട് 12 അമ്പലം, ഒരു 110 കിലോമീറ്ററിനുള്ളിൽ ആൾക്കാർ പല രീതിയിൽ നടന്നു പോയിട്ട് വണ്ടിയിൽ പോയിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലായിട്ട് അമ്പലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിലാണ് ചെയ്യണേ. ഇപ്പോൾ മോളിപ്പോൾ നിൽക്കുന്നത് തൃപ്പരപ്പ് ശിവക്ഷേത്രത്തിലാണ്. എന്താണ് മോൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മോള് ഇത് ഫസ്റ്റ് അമ്പലമാണോ അല്ലോ വേറെ അമ്പലങ്ങളിലൊക്കെ പോയിരുന്നോ? അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ 41 ദിവസം വ്രതം എടുത്താണ് ശിവരാത്രിക്ക് വേണ്ടി പുറപ്പെടുന്നത്. ഇത് 3ാമത്തെ കോയിലായ തൃപ്പരപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബാക്കിയുള്ള 2 കോയിലും നല്ലപോലെ തന്നെ ദർശനം കിട്ടി. ഇവിടെയും തൃപ്പരപ്പിലും ശിവനെ തൊഴുതു തൃപ്തി. ചുറ്റിത്തൊഴുതു പിന്നെ കൂട്ടമായി മടങ്ങിടാം, ഭസ്മപ്രസാദവുമായി പടിയിറങ്ങി തൊഴുതിടാം. ചുറ്റിത്തൊഴുതു പിന്നെ കൂട്ടമായി മടങ്ങിടാം. ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ വന്നെത്തുന്ന 4ാമത് ശിവാലയമായ തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഗണപതിയെ കൂടെ നീ വരില്ലയോ, ഗണപതി സോദര ഷൺമുഖ കനിയണേ. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ, അല്ലല്ലകറ്റിടുന്ന അംബികെ കനിയണേ. ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ, അല്ലല്ലകറ്റിടുന്ന അംബികെ കനിയണേ. ഈ ശിവരാത്രി എന്ന വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ശിവാലയം. ഇപ്പോൾ ഏകദേശം 3 അമ്പലങ്ങളോളം ദർശിച്ച് 4ാമത് ഭക്തർ എത്തിച്ചേരുന്ന ഒരു അമ്പലമാണ് ഈ തിരുനന്ദിക്കര നന്ദീശ്വര ക്ഷേത്രം. ഈ അമ്പലത്തിന്റെ ഐതിഹ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനൊന്ന് പറയാം. ഈ ക്ഷേത്രം നന്ദീശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിന്റെ പേരും തിരുനന്ദിക്കര എന്നാണ് അറിയപ്പെടുന്നത്. നന്ദിയാറ് ഒന്ന് ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നതായിട്ടാണ് നേരത്തെ ഐതിഹ്യം പറയുന്നത്. നന്ദിയാറിൽ നിന്നും ഈ ഭാഗം കുളമായിട്ടിരുന്ന ഭാഗമാണ്.
ഇതിൻ്റെ മൂലസ്ഥാനമായിട്ട് ഗുഹാക്ഷേത്രം മേളിലിരിപ്പുണ്ട്. അവിടെ 7 ദുരംഗങ്ങളുണ്ടായിരുന്നു. പണ്ട് പൂജിച്ച ഒരു പൂജാരി മേളിലൊരു ചൊല പോലെ വെള്ളം വരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് പൂജ ചെയ്യുന്ന സമയത്ത് അവിടെ താഴ്ന്ന് ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ വന്ന് മെതുന്നതായും ഐതിഹ്യമുണ്ട്. ഇവിടെ പണ്ട് കൃഷിക്കാരായിരുന്ന ഒരു അമ്മ കാള മാടെല്ലാം മേച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാള അവിടെ നിന്നും ഓടി ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്ത് വന്നെത്തി. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ തന്നെ നന്ദീശ്വര ക്ഷേത്രം, നന്ദിയാണ് വന്നു ചേർന്നത്. അതുകൊണ്ടാണ് ഇതിന് നന്ദീശ്വര ക്ഷേത്രം എന്ന് പേര് വരാൻ കാരണം. ആ ഗുഹാക്ഷേത്രം രാജരാജ ചോഴന്റെ കാലത്ത് കൊത്തിയതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ വന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അതുപോയിട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാംഗല്യ ഭാഗ്യം, അതുപോലെ കുട്ടികൾ ഇല്ലാത്ത സന്താന ഭാഗ്യം, ഇവ രണ്ടും പ്രാധാന്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ലെവല് ഒരു മനുഷ്യന്റെ ശരീര രൂപത്തിലാണ്. ചുറ്റും ഊട്ടുപുര എന്ന് പറയും. പണ്ട് ബ്രാഹ്മണന്മാർക്ക് ഉണ്ണാനായിട്ട് ആ ചുറ്റുപുര ഉണ്ടായിരുന്നു. അതുപോയിട്ട് ദിവസം ശിവേലി ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇനിയൊരു ക്ഷേത്രം അപ്പുറത്ത് മുത്താരമ്മ ക്ഷേത്രമുണ്ട്, അവിടെ പോകുന്നതായി നന്ദി ആറ് വഴി പോയതായിട്ടാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മൊത്തം ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിലും ഗുഹാക്ഷേത്രം ആർക്കാളജിയുടെ കയ്യിലും ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത 12 ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം തൃക്കൊടി കയറി 10 ദിവസത്തെ മഹോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം ഇതാണ്. ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കൊടിമരമില്ല. ഇത് എല്ലാ വർഷവും ഒരു ഏരിയയിൽ നിന്നും ഒരു കമ്പ് പിടിച്ച് 2 ഭാഗമായിട്ട് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളുത്ത് അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് തറയിൽ തൊടാതെ എല്ലാം ചെയ്ത് നിർത്തി അതിലാണ് കൊടിയേറ്റുന്നത്. ഇത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ഈ അമ്പലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. വളരെയധികം നന്ദിയുണ്ട്. 5ാമത് ശിവാലയമായ പൊന്മന തീമ്പിലാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഏതാനും കാഴ്ചകളിലൂടെ. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി, ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി, ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ജീവിതയാത്ര പോലെ കഷ്ടമായ പാതയിൽ കല്ലുകൾ മുള്ളുകൾ മലരായി നീ മാറ്റണം. ശിവാലയത്തിൻ്റെ 5ാമത് ശിവാലയമാണ് ഈ പൊന്മന മഹാദേവ ക്ഷേത്രം. ഏകദേശം 4 അമ്പലത്തോളം ദർശനം കഴിഞ്ഞാണ് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ചും നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കത്തിലൊന്ന്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഈ പൊന്മന മംഗലം പ്രദേശം വൻ വനമായിരുന്നു. ഇവിടെ കാണിക്കാരായിരുന്നു വസിച്ചിരുന്നത്. കാണിയുടെ രാജാവിൻ്റെ പേരാണ് തീമ്പിലാൻ. അദ്ദേഹം ഇവിടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിനെ ഇവിടെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ കാട് വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അയ്യോ എന്നുള്ള വിളിയും ഇടിമിന്നലും ഇടി വെട്ടുന്ന ശബ്ദമെല്ലാം കേട്ടു. അദ്ദേഹം ഭയന്നു വെട്ടുകത്തിയിൽ നോക്കിയപ്പോൾ വെട്ടുകത്തിയിൽ രക്തമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് മുകളിലോട്ട് നോക്കി ഒരു അശരീരി കേൾക്കും. നീ പേടിക്കണ്ട, നിൻ്റെ ഭക്തനാണ് നീ, എൻ്റെ ഭക്തനാണ് നീ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ തന്നെ എനിക്ക് ക്ഷേത്രം പണിയണം. ആ ക്ഷേത്രം ഇവിടെ ഇപ്പോഴും ഉണ്ട്, കല്ലിൽ ചെയ്തിട്ടുള്ള ക്ഷേത്രം. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇവിടെ അമ്പലം പണിതിട്ടുള്ളത്. അത് പാണ്ഡ്യരാജനാണ് ഈ ക്ഷേത്രം പണിതത്. അത് മീൻ ചിഹ്നമുള്ളതുകൊണ്ട് അത് പ്രത്യേകിച്ച് പാണ്ഡ്യരാജനാണ് ഈ ക്ഷേത്രം പണിതതെന്ന് എല്ലാവരും ശാസ്ത്രജ്ഞന്മാരെ പോലുള്ളവരെല്ലാവരും പറയാണ്. പിന്നെ ഇത് വളരെ വിശ്വാസമുള്ള ദേവനാണ്. ആരുടെ പ്രാർത്ഥനയും ഭക്തരുടെ ഏത് ഭക്തൻ വന്ന് പ്രാർത്ഥിച്ചാലും അയാൾ കരഞ്ഞിട്ട് പോയിട്ടില്ല, വളരെ സന്തോഷത്തിൽ മാത്രമേ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ. അയാൾ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് പോയാലും വീട്ടിൽ ചെന്നിട്ട് അയാൾ പെട്ടെന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് മഹത്വമുണ്ട് അദ്ദേഹത്തിൻ്റെ പൂജിക്കുന്നതിൽ. സ്വയംഭൂ ലിംഗമാണ്. ആ ലിംഗത്തിനെയാണ് ഇവിടെ വെച്ച് പൂജിക്കുന്നത്. ആ വെട്ടുകൊണ്ട ലിംഗത്തിൽ ആ ലിംഗത്തിൽ ഒരു വെട്ടിൻ്റെ പാടുണ്ട്. ഇപ്പോഴും ആ ലിംഗത്തിൽ ഒരു വലിയ വെട്ടിൻ്റെ പാടുണ്ട്. ആ വെട്ട് ആ കാണി പണ്ട് വെട്ടിയതാണ്. പക്ഷേ കാണിയിലെടുത്ത് അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു, എൻ്റെ പേരിൻ്റെ മുന്നിൽ നിൻ്റെ പേരുകൂടെ കാണണം, അങ്ങനെ ലോകം നിൻ്റെ പേരുകൂടെ അറിയുന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് തീമ്പിലാങ്കുടി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്.
തീമ്പിലാൻ എന്ന് പറയുന്നത് ഒരു കാണിയുടെ പേരാണ്. തീമ്പിലാൻകുടി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ കാരണത്താലാണ്. ശിവരാത്രി എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി ഭക്തർ നടത്തുന്ന ശിവാലയ ഓട്ടത്തിൽ 5 ശിവാലയ ദർശനം കഴിഞ്ഞ് 6ാമതായി വന്നെത്തിച്ചേരുന്ന അമ്പലമാണ് പന്നിപ്പാകം ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ മഹാദേവ ക്ഷേത്രത്തിലെ ഏതാനും ദൃശ്യങ്ങളിലേക്ക്. ആറാമത് ശിവാലയമാണ് ഈ പന്നിപ്പാകം ശ്രീ മഹാദേവ ക്ഷേത്രം. എനിക്ക് 5 ക്ഷേത്ര ദർശനം കഴിഞ്ഞാണ് ഭക്തജനങ്ങൾ ഇവിടെ വന്നെത്തിച്ചേരുന്നത്. എന്താണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടുത്തെ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളതും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ ചെറിയൊരു. ഇവിടുത്തെ ശിവൻ്റെ ഇത് വന്നിട്ട് കിരാമൂർത്തിയാണ്. കിരാമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശത്തിൽ ഇരിക്കുന്ന ഇതാണ്. പിന്നെ അടുത്ത് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലപ്പേര് 12 ശിവാലയങ്ങളിലും ഇവിടെയാണ് 6ാം ശിവാലയമാണ് കാലപ്പേര്. കാലപ്പേരാണ് ഇതിൻ്റെ മുഖ്യത്വം ശിവൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട്. ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി ഇത് 6ാമത്തെ ക്ഷേത്രമാണ് ഈ പന്നിപ്പാകം മഹാദേവ ക്ഷേത്രം. ഇത് എത്ര വർഷമായിട്ട് ഈ ശിവാലയ ഓട്ടം വരുന്നത്? ഞാൻ 20ാമത്തെ വർഷമാണ്. 20 വർഷമായിട്ട് സ്ഥിരമായിട്ട് മുമ്പൊക്കെ ഓടി വരുമായിരുന്നു. ഇപ്പോൾ വാഹനത്തിലാണ് വരാറ്. നടന്നു വന്നിട്ടുണ്ട്? അപ്പോൾ നടന്നു വന്നിട്ടുണ്ട്. 12 വർഷം നടന്നു വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് വന്നു പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ്? കഴിഞ്ഞു പോയ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തിരക്കൊക്കെ എന്ത് തോന്നുന്നു? തിരക്ക് കൂടുതലാണ്. പക്ഷേ എങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെയ്തു വരുന്നുണ്ട്. റോഡൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. അമ്പലങ്ങളിൽ നല്ല ഒരു ഭക്തിപരമായ ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. മുമ്പൊക്കെ കുറേ കഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇത് ഭഗവാൻ അർജുനനും മറ്റ് യുദ്ധം നടന്ന് ഇവിടെ അമ്പ് ചെയ്ത് ഇവിടെ നിന്ന് പന്നി വീഴുന്നു പറഞ്ഞാണ് പന്നിപ്പാകം എന്ന് പേര് വന്നത്. ഇത് ചരിത്രമായിട്ട് മഹാഭാരതത്തിൻ്റെ കഥയുമായിട്ട് ഇവിടെ ബന്ധമുള്ള ഒരു അമ്പലമാണ്. എന്താണ് പേര്? എൻ്റെ പേര് ദേവദത്തൻ. ദേവദത്ത എവിടെ നിന്ന് വരുന്നു? ഞാൻ അരിമന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അരിമന. 5 അമ്പല ദർശനം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക്? അതെ അതെ. ശിവരാത്രിയുടെ ഭാഗമായി നടക്കുന്ന ശിവാലയോട്ടത്തിലെ 7ാമത് ശിവക്ഷേത്രമായ കൽക്കുളം ശിവക്ഷേത്രത്തിലെ ഏതാനും ദൃശ്യങ്ങളിൽ നിന്ന്. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ആദിമുഖ ഗണപതിയെ കൂടെ നീ വരില്ലയോ ഗണപതി സോദര ഷൺമുഖ. ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് നടക്കുന്ന ശിവാലയ ഓട്ടത്തിലെ 7ാമത് ശിവാലയമാണ് ഈ കൽക്കുളം ശിവക്ഷേത്രം. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം ഇതെങ്ങനെയാണ് 7ാമത് ശിവക്ഷേത്രമായി മാറിയതെന്നും അതുപോലെ തന്നെ അമ്പലത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകളുമൊക്കെ പ്രേക്ഷകരുടെ അറിവിലേക്കൊന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാവൂ. കൽക്കുളം നയിനാർ നീലകണ്ഠ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഇവിടെ പ്രതിഷ്ഠ നടന്നതാണ്. ഏകദേശം 300 വർഷത്തെ പഴക്കമുണ്ട്. അത് മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു സ്വപ്നം കണ്ടു. മധുര മീനാക്ഷി പോലെ ഒരു പ്രതിഷ്ഠ ഇവിടെ നടത്തണമെന്ന്. അതുകൊണ്ട് ഇവിടെ ദേവിയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദേവിയുടെ മുമ്പേ തിരുമല നായക്കരുടെ പ്രതിമയും മാർത്താണ്ഡവർമ്മയുടെ പ്രതിമയും വെച്ചിട്ടുണ്ട്. അത് ഇവിടെ കാണാം. അത്രയ്ക്ക് തമിഴ്നാടും ഈ തിരുവിതാംകൂറുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണെന്ന് പറയാം. പിന്നെ 7ാമത്തെ ശിവാലയം കോവിലാണ്. ഈ അമ്പലത്തിൽ സ്ഥിരമായി നടത്തി വരുന്ന പൂജകളോ അല്ലെങ്കിൽ ഈ ശിവരാത്രി കൂടാതെ ഇവിടെ വിശേഷമായിട്ടുള്ള മറ്റേതെങ്കിലും ദിവസം? ആടിച്ചോവ നടക്കും എല്ലാ മാസവും. 4 കർക്കിടക മാസത്തിൽ 4 ചൊവ്വാഴ്ച, 4 അല്ലെങ്കിൽ 5. പിന്നെ മീനമാസം പங்குനി ഉത്തരമാണ് ഇവിടെ വാർഷിക ഉത്സവം.
2 ഉത്സവം ഉണ്ടായിരുന്നു. ഒന്ന് ഗവൺമെൻറ് നിർത്തി, പിന്നെ പ്രവേശിക്കാനൊന്നും ആരുമില്ല, അതങ്ങനെ പോയി. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് തന്നെ ഈ ശിവാലയം ഓട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്? അത് പണ്ട് ഇത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. അത് വളരെ അറിയാം. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 5-6 പേര് ഓടി വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് കേരളവും തമിഴ്നാടുമായിട്ട് ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ ഭക്തന്മാർ വരുന്ന ഒരു വലിയ ആറ്റുകാൽ പൊങ്കാലമാതിരി ഒരു ആഘോഷമായി മാറി. കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ തിരക്ക് ഓരോ വർഷവും കൂടി വരിക. അതെ, ഇവിടെ മണ്ടക്കാട്ട് കൂടെ ഇത് വിശേഷമാണ്. 12 ശിവക്ഷേത്രങ്ങളിലും ഇവിടെ മാത്രമാണ് ശിവനും ദേവിക്കും പ്രതിഷ്ഠയുള്ളത്, ബാക്കി ഒരിടത്തും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ മാത്രം പൂർണ്ണ പ്രവേശനം വയ്ക്കാം. പിന്നെ കന്യാകുമാരി ജില്ലയിൽ ശുചീന്ദ്രം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗോപുരം ഉള്ളത് ഇവിടെയാണ്. അടുത്ത 2ാമത്തെ ഗോപുരം, വലിയ ഗോപുരം. താങ്ക് യു സർ, വളരെയധികം നന്ദിയാണ്. പത്മനാഭപുരം പഴയ രാജധാനി മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തിൽ കെട്ടിയ ക്ഷേത്രമാണ് ശിവാലയത്തിൽ 7ാമത്തെ ക്ഷേത്രം. നയിനാർ നീലകണ്ഠസ്വാമി ക്ഷേത്രം. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ശിവനും പാർവതിയും. പക്ഷേ പാർവതിക്ക് ഇവിടെ ആനന്ദവല്ലി എന്നുള്ള പേരാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവും തിരുമല നായ്ക്കരുമായിട്ട് ചേർന്നിട്ടുള്ള പ്രതിഷ്ഠയാണ്. ഈ വിഗ്രഹം കിട്ടിയ ഉടനെ തന്നെ തിരുമല നായ്ക്കർ ചോദിച്ചു, ആഹാ എന്ന് ആനന്ദമായിരിക്ക് എന്ന് തമിഴിൽ വേടിൽ പറഞ്ഞപ്പോഴത്തേക്കും ആനന്ദം എന്നുള്ളതിന് ആനന്ദവല്ലി എന്നുള്ള പേര് ഈ ദേവിക്ക് പേര് കിട്ടി. ശിവനും ദേവിയും ഇരിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് ഭഗവാൻ മഹാദേവൻ വളരെ ശാന്തസ്വരൂപനായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. അദ്ദേഹത്തിന് രൗദ്രമായിട്ടുള്ള കോപം ഒന്നുമില്ല, വളരെ ശാന്തസ്വരൂപനാണ്. കാര്യം ഭാര്യാസമേതമായിരിക്കുന്ന വിഗ്രഹമായതുകൊണ്ടാണ്. നീലകണ്ഠൻ എന്നുള്ളതാണ് പേര് ഇദ്ദേഹത്തിന്. കഴിഞ്ഞതും കൂട്ടമായി ഓടി നാം തിക്കുറിശിരത്തിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. 8ാമത് ശിവാലയമായ മേലാങ്കോട് ഏതാനും കാഴ്ചകളിലേക്ക്. തീർത്ഥമാടിടുമ്പോൾ തീർക്കണേയൻ പാപം, തിക്കുറിശി ദേവാ നീ കാക്കണേ ഞങ്ങളെ. തീർത്ഥമാടിടുമ്പോൾ തീർക്കണേയൻ പാപം, തിക്കുറിശി ദേവാ നീ കാക്കണേ ഞങ്ങളെ. ദുഃഖങ്ങൾ തീർത്തിടാൻ ദുരിതങ്ങൾ അകറ്റിടാൻ തുണയാകൂ നീയേ ഈശനെ മഹേശനെ. ദുഃഖങ്ങൾ തീർത്തിടാൻ ദുരിതങ്ങൾ അകറ്റിടാൻ തുണയാകൂ നീയേ ഈശനെ മഹേശനെ. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം, ശിവാലയം തൊഴുതിടാം. ശങ്കരാ നിൻ രൂപം ശിവലിംഗ ദർശനം, സങ്കടങ്ങൾ നീക്കിടും സർവകാല ദർശനം. ശങ്കരാ നിൻ രൂപം ശിവലിംഗ ദർശനം, സങ്കടങ്ങൾ നീക്കിടും സർവകാല ദർശനം. നർത്തന ദേവാ നായക മഹേശനെ, നാഥൻ നീയല്ലയോ അല്ലല്ല കറ്റിട. 8ാമത് ശിവാലയമാണ്. മേലാങ്കോട്ട് കാലകാലനാണ്. ഇതിൽ വന്നിട്ട് ഒരു കുടുംബത്തിൽ ഒരു കൊച്ചില്ലാതായിരുന്നു, ഒരു മഹാരാജൻ്റെ. അവർ മഹാരാജാവ് വന്ന് എങ്ങനെയെന്ന് വെച്ചാൽ പോവാതെ ക്ഷേത്രമില്ലാതായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് ഒരുപാട് ദൂരം വന്നതിന് ശേഷം അപ്പം ഭാര്യയും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഭാര്യ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കൊച്ച് വേണമെന്ന്. കൊച്ച് വന്നിട്ട് ഇവർ ആയുസ്സിന് വേണമെന്ന് ചോദിച്ചില്ല, എനിക്ക് 16 വയസ്സ് വരെ ഒരു കൊച്ച് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്തിനു ചെയ്തു, കൊച്ച് ജനിച്ചു. കൊച്ചും പിറന്ന് വളർന്ന് വരുമ്പോൾ അതിന് 16 വയസ്സായി. 16 വയസ്സാകുമ്പോൾ അതിൽ കാലം വന്നിട്ട് കയറിടാൻ വരുന്നു, കൊല്ലാൻ വേണ്ടി. അപ്പോൾ അവർ ഒന്നിലേന്ന് വന്നു, തിരുമലയിൽ നിന്ന് തെക്കുറിച്ച് വന്നു. അവർ നടയടച്ചു. അപ്പുറം തൃപ്പരപ്പ് തിരുവനന്തപുര പോയി, തിരുവനന്തപുരയും നടയടച്ചു. പൊന്മന വന്നു, പൊന്മനയും നടയടച്ചു. അപ്പുറം പൊന്മന പന്നിപ്പാകം വന്നു, പന്നിപ്പാകവും നടയടച്ചു. കൽക്കുളം വന്നു, കൽക്കുളവും നടയടച്ചു. അപ്പുറം മേലാങ്കുടി വരുമ്പോൾ കാലകണ്ഠൻ. അപ്പോൾ അങ്ങേര് വരുമ്പോൾ ശിവൻ ക്ഷേത്രം വന്ന് തുറന്നിരുന്നു.
കാലൻ കയറിടുമ്പോൾ ശിവൻ്റെ കളത്തിൽ പോയിട്ട് വിടുന്നതാണ്. കാലം വന്നിട്ട് ശിവനെ ഒന്ന് ചവിട്ടി അങ്ങോട്ട് തള്ളുമ്പോഴാണ് ഈ ശിവൻ ചരിഞ്ഞത്. ചരിയുമ്പോൾ ശിവനെ ചവിട്ടിയത് കൊണ്ട് ശിവനിക്ക് കോപം വന്ന് താണ്ഡവമാടി ശൂലായുധത്തിനെ എടുത്ത് അവനെ കാലിൽ ചവിട്ടി കൊന്നു. കൊച്ചു ഉയർന്ന് രക്ഷപ്പെട്ടു പോയി. ഓം ശിവായ മന്ത്രം ഓരോന്നായി ഉരുവിട്ടു ദേവാ നിൻ മുന്നിലെത്തി ഹരിനാമം മുര ചെയ്തു. 9ാമത് ശിവാലയമായ തിരുവിടൈക്കോട് ശിവക്ഷേത്രത്തിലെ ഏതാനും ദൃശ്യങ്ങളിലേക്ക്. പടിഞ്ഞാറു ദർശനത്തിൽ തപം ചെയ്യും ശങ്കര തപസ്സിൽ നിന്നുണർന്നിടൂ. വീരഭദ്രനായി പടിഞ്ഞാറു ദർശനത്തിൽ തപം ചെയ്യും ശങ്കര തപസ്സിൽ നിന്നുണർന്നിടൂ. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഈ ശിവരാത്രി നാളിൽ തൊഴുതു ഞാൻ നിൽക്കെ സർവസൗഭാഗ്യങ്ങൾ നൽകണേ ദേവനെ. ഈ ശിവരാത്രി നാളിൽ തൊഴുതു ഞാൻ നിൽക്കെ സർവസൗഭാഗ്യങ്ങൾ നൽകണേ ദേവനെ. இந்த ஆலயத்தினுடைய பெயர் ஸ்ரீ சடையப்பர் திருக்கோவில். இது அமைந்திருக்கின்ற இடம் திருவிடைக்கோடு. கன்னியாகுமரி மாவட்டத்தில் உள்ள 12 சிவாலயத்தில் 9வது சிவாலயம். இந்த சிவாலயம் என்பது 1162 வருடம் பாரம்பரியம் உள்ளது. இந்த ஆலயத்தில் ஒவ்வொரு வருடமும் சிவராத்திரி விழா மிக சிறப்போடு கொண்டாடி வருகின்றோம். இந்த ஆலயத்தில் கேரளத்திலிருந்தும் தமிழ்நாட்டிலிருந்தும் சுமார் 5 லட்சம் பக்தர்கள் வருகை தந்து தரிசனம் செய்கின்றார்கள். மேலும் இந்த ஆலயத்தில் மார்கழி திருவாதிரை என்று ஆருத்ரா தரிசன விழா நடைபெறுகிறது. அந்த விழாவில் மதத்திற்கு அப்பாற்பட்டு இந்து முஸ்லீம் கிறிஸ்தவர்கள் சேர்ந்து ஒரு விழா எடுக்கின்றோம். அந்த விழாவில் ஒரு முஸ்லீம் சமுதாயத்தை சார்ந்த ஒரு குடும்பத்தார் சடையப்பருக்காக பரிவட்டம் செய்து அதை ஒரு ஆதி திராவிடர், அதாவது அருகாமையில் உள்ள ஒரு குடும்பக்காரர் அதை சுமந்து வருவார். அந்த விழாவானது இந்த பகுதியில் மிக முக்கியமான விழா. மேலும் ஆவணி மாதம் புஷ்பாபிஷேக விழா, சித்திரை மாதம் வருடாந்திர திருவிழா போன்ற விழாக்கள் சிறப்பாக நடைபெற்று கொண்டிருக்கின்றது. இந்த ஆலயத்திற்கென்று பல மகிமைகள் உள்ளது. குறிப்பாக ஆலயத்தினுள் சாஸ்தா, நாகர் போன்ற ஆலயங்கள் உள்ளது. மேலும் சித்தர்கள் என்று அழைக்கப்படுகின்ற தமிழ் சித்தர்கள் 18 இடைக்காடர் சித்தர் என்ற ஒரு சித்தர் இந்த ஆலயத்தில் வாழ்ந்து வந்தார். அவருடைய பெருமையை நான் கூற விரும்புகின்றேன். மேலும் அவர் இந்த இடத்தில் தவம் இருந்து வலிமை பெற்று திருவண்ணாமலையில் சமாதி அடைந்ததாக வரலாறு கூறுகின்றது. ശിവാലയത്തിൻ്റെ 10ാമത് ക്ഷേത്രമായ തിരുവിതാംകൂട് ശ്രീ നീലകണ്ഠ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ആദിമുഖ ഗണപതിയെ കൂടെ നീ വരില്ലയോ ഗണപതി സോദര ഷൺമുഖ കനിയണേ. ആദിമുഖ ഗണപതിയെ കൂടെ നീ വരില്ലയോ ഗണപതി സോദര ഷൺമുഖ കനിയണേ. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ അല്ലല്ലകറ്റിടുന്ന അംബികെ കനിയണേ. ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ. ശിവരാത്രിയുടെ ഭാഗമായി വരുന്ന ശിവാലയ ദർശനങ്ങളിൽ 11ാമത് ശിവാലയമായ തൃപ്പന്നിക്കോട് ശ്രീ മഹാക്ഷേത്രത്തിലെ ഭക്തജന തിരക്കിലേക്ക്. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ. ഗോവിന്ദനാമം ഗോപാലനാമം
അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം ഗോവിന്ദനാമം ഗോപാലനാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ജീവിതയാത്ര പോലെ കഷ്ടമായ പാതയിൽ കല്ലുകൾ മുള്ളുകൾ മലരായി നീ മാറ്റണം. ജീവിതയാത്ര പോലെ കഷ്ടമായ പാതയിൽ കല്ലുകൾ മുള്ളുകൾ മലരായി നീ മാറ്റണം. ശിവാലയത്തിൻ്റെ 11ാമത് ക്ഷേത്രമാണ് ഈ തൃപ്പന്നിക്കോട് മഹാക്ഷേത്രം. ഇത് 11ാമത് ക്ഷേത്രമായി മാറിയതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി 2-3 ഐതിഹ്യങ്ങളുണ്ട്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ നമ്മളുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇത് ശിവൻ ഒരു അസുരന് ഒരു വരം കൊടുക്കുന്നു. മോഹിനിയായിട്ട് നിന്ന് വരം കൊടുക്കുമ്പോൾ വരം എന്ന് പറഞ്ഞാൽ അയാൾ ആരെ ചൂണ്ടുന്നു അയാൾ മരണപ്പെടണം എന്നുള്ളതാണ് താരകാസുരൻ്റെ ചോദിക്കുന്ന വരം. ശരിയെന്ന് പറഞ്ഞ് വരം കൊടുക്കുന്നു. അപ്പോൾ അത് ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശിവനെ തന്നെ അദ്ദേഹം ചൂണ്ടുന്നു. അസുരൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശിവനറിയാൻ മരിച്ചു പോകുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ സ്ഥലത്തും വന്ന് അഭയം പ്രാപിക്കുന്നു. അങ്ങനെ തിരുമല ഒന്നാമതായും തെക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടയ്ക്കോട്, തിരുവാങ്കോട് വന്ന് തൃപ്പന്നിക്കോട് 11ാമത് ക്ഷേത്രമായി ലിംഗപ്രതിഷ്ഠയാണ് ഇവിടെ എല്ലായിടവും. അങ്ങനെ 11ാമത് ഇവിടെ അഭയം പ്രാപിച്ചതായും അതിനുശേഷം 12ാമത്തെ ക്ഷേത്രമായ നട്ടാലത്ത് ചെല്ലുകയും അവിടെ മോഹിനി രൂപം കൊണ്ട് അസുരനുമായിട്ട് നേരിട്ട് ശ്രീകൃഷ്ണൻ തന്നെ ശിവനെ രക്ഷപ്പെടുത്തി അസുരനെ സംഹരിക്കുന്നതായിട്ടാണ് ചരിത്രം. അല്ലാതെ ഉള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മഹാദേവന് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധത്തിന് പോകും മുമ്പ് മഹാദേവനെ കണ്ട് അസ്ത്രം എന്ന് പറഞ്ഞാൽ അസ്ത്രമുണ്ട്. ആരെയും അസുരന്മാരെ എല്ലാം, അതായത് വന്യജീവികളെ ദുഷ്ടമാർഗമുള്ളവരെയൊക്കെ സംഹരിക്കാനുള്ള അസ്ത്രം ഇവിടുന്ന് കൊടുത്തതായിട്ടും ഒരു ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ 2 ചരിത്രമാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് ഇത് ആരാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് ഇന്ന് ഇതുവരെയും തൃപ്പന്നിയോട് ക്ഷേത്രത്തിൻ്റെ ബിംബം ആര് നിർമ്മിച്ചു എന്നുള്ളതിനൊരു ചരിത്രമില്ല. ഇത് സ്വയംഭൂവായി കാണപ്പെടുന്നു. അതായത് ഭൂമിക്ക് അടിയിൽ നിന്ന് അങ്ങനെ ഒരു ലിംഗം പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ്. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചെന്നോ ആരാൽ നിർമ്മിതമായെന്നോ ഇല്ല. ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തത് ഇവിടുത്തെ റെക്കോർഡ്സിലൊക്കെ ഉണ്ട്. അത് മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് തട്ടായിട്ടുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതും ബാക്കി കുറച്ചിതായതും. പിന്നെ നാട്ടുകാരുടെ ഇതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഡെവലപ്സായി. தென்னாடுடைய சிவனையே போற்றி, என் நாட்டவர்க்கும் உடைய இறைவா போற்றி. தென்னாடு தென் தமிழகத்திலே பல்வேறு சைவ திருத்தலங்களும் வைணவ திருத்தலங்களும் உண்டு. நெல்லை மாவட்டத்தை பொறுத்தவரையில் நவ கைலாயம் என்றும், குமரி மாவட்டத்தை பொறுத்தவரையில் 12 சிவாலயம் என்றும் இவை அழைக்கப்படுகிறது. நெல்லை மாவட்டத்தில் நவ திருப்பதி உண்டு. 108 வைணவ திருத்தலங்களில் நவ திருப்பதி ஆலயம் திருநெல்வேலி மாவட்டத்தில் உண்டு. நம்முடைய குமரி மாவட்டத்தில் 2, அந்த 108இல் 2 திருப்பதிகள் தான் உண்டு. ஆனால் அங்கே நவ கைலாயம் இருப்பதை போல குமரி மாவட்டத்தில் 12 சிவாலயம் உண்டு. சிவாலய ஓட்டம் என்பது சிவலயம் ஓட்டம் என்று இருந்தது, பின்னர் மருவி சிவாலய ஓட்டம் என்று ஆகியது என்று வரலாற்று ஆய்வாளர்கள் கூறுகின்றார்கள். லயம் என்றால் லயிப்பது என்று பொருள். ஒன்றோடு நாம் லயிப்பது என்பது ஒன்றில் சேர்வது என்பது பொருள். அந்த காலத்தில் சைவமும் வைணவமும் 2ஆக இன்று நடைபெறுகின்ற ஜாதி சண்டையை போல் நடந்து கொண்டிருந்த காலகட்டம். சைவ பக்தர்கள் வைணவ திருக்கோவிலுக்கு செல்ல மாட்டார்கள், வைணவ பக்தர்கள் சைவ திருக்கோவிலுக்கும் செல்ல மாட்டார்கள். அந்த காலகட்டத்தில் வைணவ பக்தர்களை சைவ திருக்கோவிலுக்கு கொண்டு சென்றே ஆக வேண்டும் என்ற நோக்கத்தோடு ஆரம்பிக்கப்பட்ட ஒரு ஓட்டம்தான் சிவாலய ஓட்டம், சிவலய ஓட்டம். சிவனில் சேர் என்ற அடிப்படை கொள்கையோடு ஆரம்பிக்கப்பட்ட ஓட்டம். இது கிபி 9ஆம் நூற்றாண்டிலிருந்து ஆரம்பிக்கப்பட்டு கிபி 10ஆம் நூற்றாண்டில் கொஞ்சம் பிரபலமாகிவிட்டு கிபி 11ஆம் நூற்றாண்டில் இது இன்று நாம் காண்கிற அளவிற்கு வளர்ச்சி அடையவில்லை என்றாலும் அன்றைய காலகட்டத்தில் கையில் ஓலைச்சூட்டுடன் ஓடினார் ஓடினார் சிவரானும் ஓடினார் என்று சொல்லி அந்த பாடலை முழங்கிக் கொண்டு இரவு நேரத்தில் புறப்பட்டு சிவராத்திரி விரதத்தை முடித்து கொள்ளுகின்ற ஒரு காட்சியை நாம் பார்த்தோம். ஆனால் இன்றைய காலகட்டத்தில் இந்த சிவராத்திரி நாட்களில் 4 யாம பூஜை தொழுது வாகனங்களிலும் நம்முடைய திருநெல்வேலி, தூத்துக்குடி, அதே மாதிரி கேரளாவிலிருந்தும் பல்வேறு
அங்கே ஆலுவா சிவராத்திரிக்கு கேரளாவில் எவ்வளவு முக்கியத்துவம் கொடுக்கின்றார்களோ அதே மாதிரி நம்முடைய குமரி மாவட்டத்தில் நடைபெறுகின்ற இந்த சிவாலய ஓட்டத்திற்கு கேரளா மக்கள் அதில் கொல்லம் அந்த மாதிரிப்பட்ட இடங்களிலிருந்து இங்கே திருவனந்தபுரம் மாவட்டங்களிலிருந்தும் வருகின்றார்கள். குமரி மாவட்டம் உள்ளூர் விடுமுறை விடும் அளவிற்கு இந்த சிவாலய ஓட்டம் என்று 5 லட்சம் 6 லட்சம் என்று தாண்டி இன்று நடைபெற்று கொண்டிருக்கிறது. சிவாலய ஓட்டத்தை பற்றிய கதைகள் 3 விதமாக அறியப்படுகிறது. அந்த 3 விதமான கதைகளை பற்றி ஏற்கனவே விவரித்துள்ளார்கள். அதற்கு நாம் போகவில்லை. சிவாலய ஓட்டத்தில் முக்கியமான பங்கு வகிப்பது நாம் சைவம் வைணவம், அதாவது 12 சிவ ஆலயங்களையும் ஒரு மகாவிஷ்ணு ஒரு சங்கர நாராயணர் ஆலயத்தையும் நாம் வணங்குகின்றோம் என்பது உண்மை. எல்லாரும் 12 சிவாலயங்கள் மட்டும்தான் சொல்லுவாங்க. ஆனால் இல்லை, 12 சிவாலயங்களையும் கும்பிடுகிறோம், ஒரு சங்கர நாராயணரையும் கும்பிடுகிறோம். அந்த சங்கர நாராயணர் 13வது ஆலயம் அது நட்டாலத்தில் இருக்கிறது. ஆக சைவ வைணவ ஒற்றுமையை நிலைநாட்டக்கூடிய ஒரு நிகழ்வாக ஆண்டாண்டு காலம் மாசி மாதத்தில் இந்த சிவராத்திரி வருகிறது. நாம் இன்று அதை கொண்டாடி கொண்டிருக்கின்றோம். முக்கிய நிகழ்வாக கவனிக்கப்பட வேண்டியது சிவ ஆலயங்களை தரிசிக்கும் பொழுது மகாவிஷ்ணுவினுடைய நாமத்தை உரைக்கின்ற கோவிந்தா கோபாலா என்பதுதான். ஆக சிவனில் சேர் என்று மிரட்டப்பட்டாலும் அவர்கள் வைணவ பக்தர்களாகவே இருந்திருக்கிறார்கள் என்பதற்கு இது ஒரு சான்று. ஆக இன்று ஒரு அனைவரும் சேர்ந்து ஒற்றுமையாக இந்த ஓட்டத்தை இன்று ஆரம்பித்து நாம் இப்பொழுது 11வது சிவாலயத்திலே நின்று கொண்டிருக்கின்றோம். இங்கிருந்து 4 கிலோமீட்டர் தொலைவில் இருக்கிறது நக்ராலயம் என்று அந்த காலத்தில் அழைக்கப்பட்ட நட்டாலம் சிவ ஆலயம். சிவ ஆலயத்தின் அருகாமையில்தான் சங்கர நாராயணர் ஆலயமும் அமைந்துள்ளது. நன்றி, வணக்கம். கோவிந்த நாமம் கோபால நாமம் அடிப்பாடி ஓடிடாம் சிவாலயம் தொழுதிடாம். கோவிந்த நாமம் கோபால நாமம் அடிப்பாடி ஓடிடாம் சிவாலயம் தொழுதிடாம். ആദിമുഖ ഗണപതിയെ കൂടെ നീ വരില്ലയോ ഗണപതി സോദര ഷൺമുഖ കനിയണേ. ആദിമുഖ ഗണപതിയെ കൂടെ നീ വരില്ലയോ ഗണപതി സോദര ഷൺമുഖ കനിയണേ. ഗോവിന്ദ നാമം ഗോപാല നാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഗോവിന്ദ നാമം ഗോപാല നാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ആദികേശദേവനെ തുണയ്ക്കു നീ വരില്ലയോ. ശിവരാത്രിയോടനുബന്ധിച്ച് വരുന്ന ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾ ഓടിയെത്തുന്ന 12ാമത് ക്ഷേത്രമാണ് തിരുനട്ടാലം. തിരുനട്ടാലത്തിലെ ദൃശ്യവിശേഷങ്ങളിലേക്ക്. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ. ഓടിത്തുടങ്ങി നാം ശിവാലയ ഓട്ടമായി ഓടിത്തളരാതെ കാത്തിടേണ ദൈവമേ. ഗോവിന്ദ നാമം ഗോപാല നാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ഗോവിന്ദ നാമം ഗോപാല നാമം അടിപ്പാടി ഓടിടാം ശിവാലയം തൊഴുതിടാം. ജീവിതയാത്ര പോലെ കഷ്ടമായ പാതയിൽ കല്ലുകൾ മുള്ളുകൾ മലരായി നീ മാറ്റണം. ജീവിതയാത്ര പോലെ കഷ്ടമായ പാതയിൽ കല്ലുകൾ മുള്ളുകൾ മലരായി നീ മാറ്റണം. ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് വരുന്ന ഈ ശിവാലയ ഓട്ടം ഇതിൽ 12ാമതായി വരുന്ന അമ്പലമാണ് ഈ തിരുനട്ടാലം എന്ന് പറയുന്ന ഈ ക്ഷേത്രം. നമ്മളിപ്പം ആ ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 11 അമ്പലങ്ങളുടെയും ദർശനം കഴിഞ്ഞാണോ സാർ ഇങ്ങോട്ടേക്ക് വന്നത്? സാർ സ്ഥിരമായി ഇത് ചെയ്തു വരുന്ന? ഞാൻ 10 വർഷമായിട്ട് ഒന്നാമത്തെ ക്ഷേത്രമായ തിരുമലയിൽ നിന്ന് തുടങ്ങി ഈ തിരുനട്ടാലമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഓടിയെത്താറുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഓരോ ഓട്ടം. അത് ഭഗവാൻ എനിക്ക് തരുന്ന കാരുണ്യം. വളരെ സന്തോഷമുണ്ട്.
2 ദിവസമായിട്ട് ഞാൻ ഓടി വരിക. അപ്പോൾ ഞാനൊരു നടനാണെന്നുള്ള വിവരം അറിയാമോ? തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ മുമ്പിൽ ഈ മൈക്കുമായിട്ട് നിങ്ങൾ വരാൻ കാരണം ഭഗവാനാണ്. വളരെ സന്തോഷമുണ്ട്. കാര്യം ശിവശങ്കരനും മഹാവിഷ്ണു ആയ സാക്ഷാൽ നാരായണനും ഒരേ മൂർത്തികൾ തന്നെയാണെന്നും പരബ്രഹ്മമൂർത്തിയുടെ 2 ഭാവങ്ങൾ മാത്രമാണെന്നും മനുഷ്യ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഈ ശിവാലയ ഓട്ടം. അവിടെ ശൈവനെന്നോ വൈഷ്ണവനെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും ദൈവം ഒന്നേ ഉള്ളെന്നും അത് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണെന്നും അതുകൊണ്ട് ശിവൻ്റെ പേരിലും വിഷ്ണുവിൻ്റെ പേരിലും പരസ്പരം മനുഷ്യർ കലഹിക്കരുതെന്നും ഉള്ള സന്ദേശമാണ് ഈ ശിവാലയോട്ടത്തിനുള്ളത്. അത് ആ ശിവാലയോട്ടത്തിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ചാനലിന് ഭഗവാന്റെ നാമത്തിൽ എൻ്റെ എല്ലാ ആശംസകളും. ശംഭോ മഹാദേവ ശങ്കരനാരായണ. ഇത്രയും നല്ലൊരു സന്ദേശം പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. 12 ശിവാലയ ദർശനവും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തർ എത്തിച്ചേരുക ശങ്കരനാരായണ ക്ഷേത്രത്തിലേക്കാണ്. ശങ്കരനാരായണ ക്ഷേത്രത്തിന് മുന്നിലെ ചില ദൃശ്യങ്ങളിലൂടെ. ശിവാലയ ഓട്ടത്തിന്റെ യാത്രാവഴി പോലും കാലത്തിന്റെ സ്മാരകമാണ്. വാഹന സൗകര്യമില്ലാത്ത ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന നാട്ടുവഴികൾ, വഴിയമ്പലങ്ങൾ, തണ്ണീർപന്തലുകൾ, അന്യം നിൽക്കുന്ന കൊയ്ത്തുപാടങ്ങൾക്ക് നെടുകെയുള്ള വരമ്പുകൾ, പാലമില്ലാത്ത കടത്തുകൾ. ഇതിലൂടെയുള്ള സാഹസിക യാത്രയ്ക്ക് വേണമെങ്കിൽ ഒരു വിശേഷണം കൂടി നൽകാം: ലോകത്തെ ആദ്യത്തെ മാരത്തോണുകളിലൊന്ന് എന്ന കിരീടം.